നമസ്തേ. നിങ്ങളിൽ എത്രപേർ ഈ അടുത്തിറങ്ങിയ കൽക്കി എന്ന സിനിമ കണ്ടു? അത് കണ്ടവർ അതിലെ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുവോ? അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് ചിന്തിച്ചോ? സിനിമ കണ്ട നിങ്ങളിൽ ചിലരെങ്കിലും അതിലെ കഥാപാത്രങ്ങളെ ഉത്സാഹത്തോടെ കാണുകയും അന്ധാളിക്കുകയും ചെയ്തു കാണും എന്ന് കരുതുന്നു. പ്രത്യേകിച്ചും കുരുക്ഷേത്രയുദ്ധ ഭൂമിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രവേശിക്കുന്ന ആ സീൻ. ആരാണ് അശ്വത്ഥമ? ആരാണ് ദ്രോണാചാര്യൻ? ആരാണ് കൃപാചാര്യർ? ശകുനി, കർണൻ, ചിത്രാംഗദൻ, കുന്തി, പാഞ്ചാലി, ഉത്തര, ദുശാസനൻ, ഗാന്ധാരി. ചോദ്യങ്ങൾ നിരവധിയാണ്. ആർക്കാണ് ഇതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ അറിവോ ഓർമ്മയോ ഉള്ളത്? എനിക്കറിയാം. പലർക്കും അറിയില്ല. നമ്മൾ മനസ്സിലാക്കിയില്ല. വായിക്കുന്നില്ല. ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ ഇതിഹാസങ്ങളുടെയും ശ്രുതികളുടെയും ഉപനിഷത്തുകളുടെയും വിലയേറിയില്ല. മഹത്വമറിയില്ല എന്നുള്ളത് തന്നെ. ഉദാഹരണത്തിന്, ജയസംഹിത എന്ന മഹാഭാരതത്തിൽ വ്യാസൻ എത്ര സന്ദേശസൂചകങ്ങളായ കഥകളാണ് പറയുന്നത്. ഞങ്ങളത് ആവശ്യമുള്ളവർക്കായി പൊടിതട്ടിയെടുത്ത് ചെറിയ ചെറിയ ഭാഗങ്ങളായി, കഥാസന്ദർഭങ്ങളായി, കഥാപാത്രങ്ങളുടെ വിശകലനങ്ങളായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഈ വിവരിക്കുന്നോ. എല്ലാം ഓരോ പുസ്തകങ്ങളിലൂടെയും ഞങ്ങൾ ആർജിച്ചെടുത്തവയാണ്. അതായത് കഥകൾ വളച്ചൊടിക്കപ്പെട്ടു എന്നുള്ളത് ഓരോരുത്തരുടെയും സൗകര്യത്തിന് വിടുന്നു. കാരണം കഥകളിലൂടെ സന്ദേശം നൽകുന്ന എന്ന ദൗത്യമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾ പുതിയൊരു ഉദ്യമത്തിന് തുടക്കമിടുന്നു. എല്ലാ പേരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. തമസോ മാ ജ്യോതിർഗമയ അസതോ മാ സദ്ഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.